ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എത്ര കഴിച്ചാലും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ടേസ്റ്റോട് കൂടിയൊരു ചിക്കൻ റോസ്റ്റാണ്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ചിക്കൻ റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ആ സ്പൂണിന് ചെറിയ സ്പൂൺ തന്നെ 1 സ്പൂൺ കശ്മീരി മുളക് പൊടി, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. അപ്പോൾ ഏകദേശം 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു മുറി നാരങ്ങയുടെ നീരൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമുക്കൊരു കടായി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ തയ്യാറാക്കി എടുക്കണേ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് 2 സവാള നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കണം. അപ്പോൾ 2 സവാള ഞാൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കരിഞ്ഞു പോകാതെ നമുക്കത് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ചിക്കൻ ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ സാധാരണ ചിക്കൻ ഇതുപോലെ കറി വയ്ക്കാന്നുണ്ടെങ്കിൽ നമ്മൾ അടച്ച് വയ്ക്കാറില്ലല്ലേ, പകുതിയല്ലേ വേവിക്കാറുള്ളൂ. ഇതങ്ങനെയല്ല, നമുക്ക് ചിക്കൻ വെന്ത് കിട്ടണം. അപ്പം ഞാൻ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് 1-2 പ്രാവശ്യം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് കോരി മാറ്റാം. കോരി മാറ്റിയ ശേഷം ഈ എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമുക്ക് അടുത്ത ഇതിലേക്കുള്ള മസാലയെല്ലാം വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഈ എണ്ണ കരിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കല്ലേ, നമ്മളുണ്ടാക്കുന്ന ചിക്കൻ റോസ്റ്റിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പം ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതിലേക്ക് ശകലം പോലും ഈ എണ്ണ മൂത്ത് കരിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ വീണ്ടും 2 സവാള ചേർത്ത് കൊടുത്തു. 1/4 ടീസ്പൂൺ ഉപ്പ്, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു തണ്ട് കരിയാപ്പില. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം മസാല കരിഞ്ഞു പോയതല്ല. അപ്പം ചിക്കൻ വറുത്തപ്പോൾ കരിഞ്ഞതാണെങ്കിൽ ആ എണ്ണ മാറ്റണം കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴണ്ട് വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ തയ്യാറാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ ചിക്കൻ റോസ്റ്റ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 സ്പൂൺ കശ്മീരി മുളക് പൊടി. നിങ്ങൾക്ക് എരിയുള്ള മുളക് പൊടിയും കശ്മീരി മുളക് പൊടിയും പകുതി എടുക്കാം കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മസാലയുടെ പച്ചക്കുത്ത് മാറുന്നവരെ നല്ലതുപോലെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. നല്ലതുപോലെ മൂത്ത് വന്ന ശേഷം നമ്മൾ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഈ തക്കാളി നല്ലതുപോലെ ഉടഞ്ഞ് ഈ സവാളയായിട്ട് ചേർന്ന് വരണേ. ഇനി നമുക്ക് നല്ലതുപോലെ ഇത് വഴണ്ട് വന്ന ശേഷം ഇതിലേക്ക് 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. മിക്സ് ചെയ്ത ശേഷം നമുക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിക്കരുത്, ഏകദേശം 1 ഗ്ലാസും കൂടെ ഒഴിച്ചാൽ മതിയേ. അപ്പോൾ 1 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, കാരണം നമ്മൾ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇത് ഈ മസാലയൊന്നും ഈ ചിക്കനിൽ പുരണ്ട് വരാൻ മാത്രമാണ് ഞാൻ ഈ വെള്ളം ചേർത്ത് കൊടുത്തത്. ഇത് നമുക്ക് നല്ലതുപോലെ തിളയ്ക്കുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ വീണ്ടും 1/2 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ തിളച്ച ശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അടച്ച് വെച്ച് കൊടുക്കുമ്പോൾ ഒന്ന് തിളച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും കേട്ടോ. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിത് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഗ്രേവി ഇതിൽ പൊതിഞ്ഞിരിക്കണം. നമ്മൾ ചിക്കൻ പെരട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഈ ഗ്രേവി ഈ ചിക്കനിൽ പൊതിഞ്ഞിരിക്കണം. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഞാൻ അത് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന സവാളയുടെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട്. പകുതി നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ പകുതി മല്ലിയില ഇപ്പോൾ ചേർത്തിട്ട് പകുതി മല്ലിയില മാറ്റി വയ്ക്കണം കേട്ടോ. ഇത് നല്ലതുപോലെ വീണ്ടും മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ ചിക്കനിൽ ഈ മസാല എല്ലാം പുരണ്ട് വന്നിട്ടുണ്ട്. ചിക്കൻ നമ്മൾ വറുത്തത് നല്ലതുപോലെ വേവിച്ചാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഒരുപാട് സമയമൊന്നും വേണ്ട. 5 മിനിറ്റ് കൊണ്ട് ഇതിങ്ങനെ പുരട്ടിയെടുക്കുമ്പോൾ കറക്റ്റ് റെഡിയായി കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതാണ്ട് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ലാസ്റ്റ് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും അതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന സവാള ഉണ്ടല്ലോ അതും ചേർത്ത് കരിയാപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റാട്ടോ. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇനി എല്ലാം എന്നുണ്ടെങ്കിൽ ചുമ്മാ വേണമെങ്കിലും കഴിക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാട്ടോ.
ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. അപ്പം നമ്മുടെ അടിപൊളി ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. കണ്ടോ നമ്മൾ അടിപൊളി ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ റോസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ എടുത്തേക്കുന്ന പൊറോട്ട കേട്ടോ. പൊറോട്ടയാണെങ്കിലും പാലപ്പോ വെള്ളയപ്പോ പുട്ടോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പൊറോട്ടയാണ് എടുത്തേക്കുന്നത്. ആ പൊറോട്ടയിലേക്ക് ആ ചൂടോട് കൂടെ ആ ചിക്കൻ റോസ്റ്റും കൂടെ വെച്ച് കൊടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചിക്കൻ റോസ്റ്റ് ഇങ്ങനെ തയ്യാറാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി ഇതുപോലെ നിങ്ങൾ വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.